നമസ്കാരം. മോഹൻലാൽ ഇതുവരെ ചെയ്തു വച്ച എല്ലാ കഥാപാത്രങ്ങളും പലതും മറ്റൊരാൾക്കും തൊടാൻ പോലും സാധിക്കാൻ കഴിയാത്ത അത്രയും ഉയരത്തിലാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരിക്കലും പകരം വയ്ക്കാനില്ലാത്ത ഒരു താരമാണ് എന്ന് എടുത്തു പറയാനുള്ള ഒരു കാരണവും. അഭിനയത്തിലേക്ക് എത്തുമ്പോൾ മോഹൻലാൽ വലിയൊരു മാന്ത്രികനായിട്ട് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. സിനിമയുടെ സാങ്കേതികതയെക്കുറിച്ചും അറിയുന്ന മോഹൻലാൽ 40 വർഷത്തെ തന്റെ പരിചയ സമ്പന്നതയിൽ നിന്നാണ് ബറോസ് എന്ന ചിത്രം സംവിധാനം ചെയ്തത്. തന്റെ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് റിലീസായ അതേ ദിവസം ഡിസംബർ 25-നാണ് ബറോസ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നേറുന്നത്. അതേസമയം വളരെ മോശമായി ബറോസിനെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയവരും ഉണ്ടായിരുന്നു. ദ ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ വിമർശനങ്ങൾക്ക് മോഹൻലാൽ മറുപടിയും നൽകിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ 3D ഫിലിം ആണെന്നാണ് ബറോസിനെ കുറിച്ച് ഈ ടീം പറയുന്നത്. എന്നാൽ കുട്ടികൾക്ക് പോലും ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിലായിരുന്നു വിമർശനങ്ങൾ ഉയർന്നു വന്നത്. പക്ഷെ സിനിമയെ വിമർശിക്കുന്നതിന് മുൻപ് അത് കാണണം എന്നാണ് മോഹൻലാൽ പറയുന്നത്. 4 ദശാബ്ദങ്ങളായി തന്നെ സിനിമയിലുള്ള ആളെന്ന നിലയിൽ സമൂഹത്തിന് താൻ തിരിച്ചു നൽകിയ സിനിമയാണ് ബറോസ് എന്ന് അദ്ദേഹം പറയുന്നു. സിനിമ കണ്ടവരെല്ലാം അത് ആസ്വദിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ ഇതുവരെയും സിനിമ കാണാത്തവർ ചിലർ അതിനെ വിമർശിക്കുന്നു എന്നാണ് പറയുന്നത്. സിനിമയെ വിമർശിക്കുന്നതിന് മുൻപ് അതിന്റെ മറ്റു ചില വശങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഹോളിവുഡ് സിനിമ പ്രൊഡക്ഷനുകൾ ഉപയോഗിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോ ടെക്നിക്കുകളോ ഉപയോഗിച്ച് ഒരുക്കിയ ഒരു സിനിമയാണ് ബറോസ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിന് പരിമിതികളുണ്ട്. സിനിമ തീർത്തും ലളിതമായ പരീക്ഷണവും അസാധാരണമായ കഴിവുള്ള എന്റെ ടീമിന്റെ എളിയ ശ്രമവും മാത്രമാണ്. 400 വർഷം പഴക്കമുള്ള ആത്മസംരക്ഷകന്റെ കഥയാണ് ബറോസിൽ സംസാരിക്കുന്നത്. പോർച്ചുഗീസ് നാടോടി കഥകളുടെ പശ്ചാത്തലത്തിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. ഇതും മോഹൻലാൽ വ്യക്തമാക്കുന്നു. മലയാള സിനിമ വല്ലാത്തൊരു പ്രതിസന്ധിയുടെ നടുവിലാണ്. മലവെള്ളപ്പാച്ചിലിൽ പോലെ സിനിമയിൽ പുറത്തിറങ്ങുമ്പോഴും വരുമാനം ഉയരുന്നില്ല. ഒരു കാലത്ത് ഷൂട്ടിംഗ് തുടങ്ങും മുൻപേ മുടക്ക് മുതൽ തിരിച്ചു പിടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ കഥകളൊക്കെ മാറി. OTT വരുമാനം നിലച്ചതോടെ മുടക്കുമുതൽ എങ്ങനെ തിരിച്ചു പിടിക്കുമെന്ന ആശങ്കയിലാണ് ഈ മേഖലയിലേക്ക് വരുന്ന ഭൂരിഭാഗം പേരും. OTTക്ക് വേണ്ടെങ്കിൽ പ്ലാൻ ബി ഇടക്കാലത്ത് സിനിമയെ നിയന്ത്രിച്ചിരുന്നു. അത് OTT പ്ലാറ്റ്ഫോമുകൾ തന്നെയായിരുന്നു എന്ന് പറയാം. കഥയിൽ പോലും ഇടപെട്ടിരുന്ന OTT കമ്പനികൾ പറയുന്ന രീതിക്കായിരുന്നു സിനിമകൾ ഇറക്കിയിരുന്നത് പോലും. പറയുന്ന തുകയ്ക്ക് സിനിമ വാങ്ങിക്കുമെന്നതിനാൽ അണിയറ പ്രവർത്തകരും ഈ ഇടപാടിനോട് തന്നെ നോ പറഞ്ഞിരുന്നില്ല. OTT പ്ലാറ്റ്ഫോമുകൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതാണ് മലയാള സിനിമയ്ക്കും തിരിച്ചടിയായി മാറിയത്. പ്രാദേശികമായി തന്നെ ആരംഭിച്ച OTT കമ്പനികൾ പലതും പൂട്ടിപ്പോയി. കോവിഡിന്റെ തുടക്കത്തിൽ ആരംഭിച്ചതായിരുന്നു ഇത്തരം OTT പ്ലാറ്റ്ഫോമുകൾ. കാര്യമായ സാമ്പത്തിക നേട്ടം ഇല്ലാതായതോടെ മലയാള സിനിമ വാങ്ങുന്നത് വൻകിട OTT കമ്പനികൾ നിജപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാർ, സോണി ലൈവ്, ജിയോ സിനിമ തുടങ്ങിയ കമ്പനികളെല്ലാം തന്നെ മലയാള സിനിമകൾക്കായി പണം മുടക്കുന്നത് കുറച്ചിട്ടുണ്ടായിരുന്നു. OTT കമ്പനികൾ പറഞ്ഞതോടെ തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക കമ്പനികളും യൂട്യൂബിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 60ഓളം ചിത്രങ്ങളാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടത്.